ഹലോ. എനിക്ക് ഇൻട്രൊഡക്ഷൻ ഒന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഹറിബറി ആയിരുന്നു. നമ്മൾ മൂകാംബിക പോവാണ്. അപ്പോൾ അമ്മയും കൊച്ചും അവിടെ ഉണ്ട്. ഇവിടെ എൻ്റെ ഏട്ടനുണ്ട്. അവിടെ അനിയത്തിയും അനിയനുമുണ്ട്. അപ്പം പോയിട്ട് വരാം. അങ്ങനെ വെളുപ്പിനൊരു 5:30 അല്ല 4:45 5 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ എത്തി. 5 മണിയൊക്കെ ആയപ്പോഴത്തേക്കും വീട്ടിലെത്തി കേട്ടോ. ഉണ്ണിച്ചേട്ടൻ വന്ന് വിളിച്ചോണ്ട് പോയിരുന്നു. പക്ഷെ അതൊന്നും വീഡിയോ ബോധത്തിലല്ലായിരുന്നു എനിക്ക്. അയ്യോ, ഇത് നേരത്തെ പറഞ്ഞിരുന്നു എനിക്കൊന്ന് ഒരുങ്ങി ഇരിക്കാമായിരുന്നു. പെട്ടെന്ന് വന്ന് വീഡിയോ എടുത്ത് കഴിഞ്ഞപ്പോൾ ആൻറ്റി നിനക്ക് നേരത്തെ പറഞ്ഞുകൂടായിരുന്നോ, ഞാനൊന്ന് ഒരുങ്ങിയൊക്കെ ഇരുന്നേനല്ലോ എന്ന്. അപ്പോൾ ആൻറ്റി ഹായ് ഒക്കെ പറഞ്ഞിട്ട് പോയി. രാവിലെ നേരം വെളുപ്പിന് ഞങ്ങള് അപ്പൊ ലുലുവിന് മാത്രം ക്ലാസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ പോയത് ക്രിസ്മസ് വെക്കേഷൻ ആണ് കേട്ടോ. വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യണേന്ന് മാത്രം. അങ്ങനെ അപ്പോൾ രാവിലെ എഴുന്നേറ്റ് പിന്നെ 11 മണിയൊക്കെ കഴിഞ്ഞതിന് ശേഷമായിരുന്നു കേട്ടോ അവിടെ എഴുതിക്കാൻ സമയം നമുക്ക് കിട്ടിയിരുന്നത്. അപ്പം അതുകൊണ്ട് വെറുതെ പിടിച്ച് വേഗം ഓടിപ്പിടിച്ച് ഓടണ്ടല്ലോ, സമയമുണ്ടല്ലോ. അപ്പോൾ ഓരോരുത്തർ കുളിക്കുന്നു, തേക്കുന്നു, പിന്നെന്താ പിള്ളേര് കളിക്കുന്നു, അങ്ങനെ ഒക്കെ ആയിരുന്നു. അപ്പോൾ ക്രിസ്മസ് വെക്കേഷന് ലുലുവിന് മാത്രം ക്ലാസ് ഉണ്ടായിരുന്നു. കാർത്തുമൂക്ക് ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങൾ കുറച്ച് ദിവസം അവിടെ നിന്ന് അടിച്ചൊക്കെ പൊളിച്ചിരുന്നു. ഇതിൻ്റെ പുറകെ വേറൊരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അവിടെ ഉത്സവമൊക്കെ കൂടാൻ പോയിരുന്നു ഞങ്ങൾ ഇതിൻ്റെ കൂടെ. പക്ഷെ അതിൻ്റെ വീഡിയോയൊന്നും ഇതിൻ്റെ കൂടെ ഞാൻ ഉൾപ്പെടുത്തിയില്ല, കാരണം അതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി ഇല്ലായിരുന്നു. പിന്നെ അവിടെ കൊണ്ടുപോയി എഴുതിച്ചതൊക്കെ അടിപൊളിയായിരുന്നു. എൻ്റെ പുത്രൻ കിടന്ന് കാറി പൊളിച്ച്. അവിടെ ഒരു ഇച്ചിരി വലിയ കുട്ടിയായിരുന്നു കേട്ടോ. ഇതിപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവുകയാണ്, അമ്പലത്തിലേക്ക് പോവുക. അപ്പോൾ ഇത്തിരി ഒരു വലിയ കുട്ടീനെ എഴുതിക്കാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതായത് ഒരു രണ്ടിലൊക്കെ പഠിക്കുന്ന കുട്ടിയായിരിക്കും. ആ കുട്ടീനെ എഴുതിക്കാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. വഴിപാട് നേർന്നതല്ലേ, അപ്പോൾ എഴുതിക്കാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ കുട്ടി ഇരുന്ന് കരയണ കണ്ടിട്ട് എൻ്റെ പുത്രൻ ഇരുന്ന് അങ്ങ് നോലോളി തുടങ്ങി. അതുവരെ വലിയ പ്രശ്നമില്ലായിരുന്നു ആളോട്. നമ്മൾ പറഞ്ഞ് അങ്ങനെയൊക്കെയായിരുന്നു കൊണ്ടുപോയിരുന്നത്. അപ്പോൾ അങ്ങനെ പ്രശ്നമൊന്നുമില്ലായിരുന്നു കേട്ടോ. ആ മോനിരുന്ന് കരയണ അങ്ങ് കണ്ടതോടുകൂടി എൻ്റെ കൊച്ചിൻ്റെ സകല കൺട്രോളും അങ്ങ് പോയി. പിന്നെ ഇരുന്ന് വലിയ കോട്ടം കരച്ചിലായിരുന്നു. എന്ത് കരഞ്ഞതിന് എനിക്ക് തന്നെ അറിയില്ല. ഏട്ടന് കയ്യും കൊടുക്കൂല എഴുതിക്കാൻ. ഏട്ടനാണ് കേട്ടോ എഴുതിച്ചത്. കയ്യും കൊടുക്കൂല, എഴുതിക്കാനൊക്കെ സമ്മതിക്കുകയേ ചെയ്യും. അപ്പോൾ ഞങ്ങളിതാ ടിക്കറ്റൊക്കെ എടുത്തു, എഴുതിക്കാനുള്ള ഇതൊക്കെ എടുത്തു. സമയമായില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ഒരു കല്യാണം നടത്തിയിരുന്നു. ആ കല്യാണത്തിൻ്റെ വിഷയമാണ് കേട്ടോ അത്. കുറേ കേൾക്കാനൊന്നും നമുക്ക് അടുത്തേക്ക് പോയി ഒന്നും കണ്ടൊന്നുമില്ല, കാരണം നല്ല വെയിലായിരുന്നു. പിന്നെ നല്ല ക്യൂ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ സ്പെഷ്യലിലാണ് കയറിയത്. അമ്പലത്തിൻ്റെ അകത്തൊക്കെ കയറി തൊഴുതൊക്കെ ഇറങ്ങി കേട്ടോ. ഇത് എഴുതിച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ തൊഴുകാൻ പോകുന്നത്. അങ്ങനെ എൻ്റെ ഒരു എനിക്ക് ഓർമ്മയില്ലാത്തതിന് കാരണം ഇപ്പോൾ കഴിഞ്ഞ ഡിസംബർ 26-ാം തീയതിയാണ് അവൻ എഴുതിച്ചത്. ഇത് കഴിഞ്ഞ് ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസമായില്ലേ. അപ്പോൾ അത് കഴിഞ്ഞിപ്പോൾ അവൻ അംഗൻവാടി പോയി തുടങ്ങിയായിരുന്നു. കുറച്ച് ദിവസം അംഗൻവാടിയിൽ പോയി. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് എനിക്ക് വീഡിയോ പോസ്റ്റ് ചെയ്യാൻ മടിയായിരുന്നു കേട്ടോ. അതാണ് സത്യം. പിന്നെ ഇനി അങ്ങോട്ട് മൊത്തം എൻ്റെ കരച്ചിൽ മഹാ ഇത് കഴിഞ്ഞെന്ന് തുടങ്ങും. കണ്ട ഇപ്പം അവൻ എന്താ സംഭവം മനസ്സിലായി. ആരും അവനോട് എല്ലാം പറഞ്ഞൊക്കെ കൊടുത്തിരുന്നു. പക്ഷെ എന്നിട്ട് അവന് മനസ്സിലായില്ലായിരുന്നു. എന്നുവെച്ചാൽ അങ്ങനെ കുഴപ്പമൊന്നുമില്ല, ഒന്ന് കാണിക്കാം, ഒന്ന് ചെയ്യാം എല്ലാം പറഞ്ഞ് സമ്മതിച്ചിരുന്നാണ്. ഇപ്പം അപ്പുറയുന്ന കൊച്ചു പതുക്കെ കരഞ്ഞു തുടങ്ങി. അപ്പോൾ തൊട്ടാണ് എന്നെ അമ്മൂ ഇടുക്ക് പറഞ്ഞ് തുടങ്ങണത്.
മാത്രം ഞാനും കൊച്ചും അടിപൊളി ട്രിപ്പായിരുന്നു അത്. അങ്ങനെ പിന്നെ എല്ലാവരും പോയി കണ്ടു, അങ്ങനെ ഹാപ്പി ആയിരുന്നു. അപ്പോൾ അത്രയ്ക്കുള്ളൂ, ബൈ.